നമസ്കാരം. IPL-ൽ മലയാളികളുടെ ഇഷ്ട ടീമാണ് രാജസ്ഥാൻ റോയൽസ്. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ നയിക്കുന്ന ടീമാണ് രാജസ്ഥാൻ എന്നതും ഈ ഇഷ്ടത്തിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. IPL വേദിയിലെ ശ്രദ്ധേയ പ്രകടനം രാജസ്ഥാൻ റോയൽസിൻ്റെ കഴിഞ്ഞ സീസണുകളിൽ ആരാധകരെ നിലനിർത്താൻ സാധിച്ചു എന്നതിൽ പ്രധാന പങ്കാണ് വഹിച്ചത്. കഴിഞ്ഞ 4 IPL സീസണിലും സഞ്ജു സാംസൺ ആണ് രാജസ്ഥാൻ റോയൽസിനെ നയിച്ചത്. അതിൽ 2 സീസണിൽ ടീം പ്ലേ ഓഫിൽ കയറി, ഒരു തവണ ഫൈനലിൽ വരെ എത്തുകയും ചെയ്തു. അങ്ങനെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് രാജസ്ഥാൻ IPL-ലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ മോശപ്പെട്ട ഒരു റെക്കോർഡിലേക്കും രാജസ്ഥാൻ വഴുതി വീണിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. 2025 IPL-ന് മുന്നോടിയായി മെഗാ താരലേലം നടക്കാൻ പോവുകയാണ്. മെഗാ താരലേലത്തിന് മുൻപ് 6 താരങ്ങളെ രാജസ്ഥാൻ നിലനിർത്തിയിട്ടുണ്ട്. സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജുറേൽ, റിയാൻ പരാഗ, സന്ദീപ് ശർമ്മ, ഷിംറോൺ ഹെറ്റ്മയർ എന്നിങ്ങനെ 6 പേർക്കായി വമ്പൻ തുകയാണ് രാജസ്ഥാൻ ചിലവഴിച്ചിരിക്കുന്നത്. 2025 മെഗാ താരലേലത്തിൽ ഓരോ ടീമിനും 120 കോടി രൂപയാണ് ചിലവഴിക്കാൻ BCCI അനുമതി നൽകിയിരിക്കുന്നത്. നവംബർ 24, 25 തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ അരങ്ങേറുന്ന IPL മെഗാ താരലേലത്തിൽ 41 കോടി രൂപ മുടക്കി വേണം രാജസ്ഥാൻ റോയൽസിന് ടീമിനെ കരുപിടിപ്പിക്കാൻ. രാജസ്ഥാൻ റോയൽസ് ലേലത്തിൽ എടുക്കാൻ സാധ്യതയുള്ള ബജറ്റ് ഫ്രണ്ട്ലി താരങ്ങൾ ആരെല്ലാമാണെന്ന് വിശദമായി നമുക്ക് നോക്കാം. രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കാൻ ഏറ്റവും സാധ്യതയുള്ള ബജറ്റ് ഫ്രണ്ട്ലി താരങ്ങളിൽ ഒരാളാണ് തനുഷ് കോട്ടിയാൻ. 30 ലക്ഷം രൂപയാണ് തനുഷ് കോട്ടിയാൻ്റെ അടിസ്ഥാന വില. മികച്ച ഓൾറൗണ്ട് പ്രകടനം ആഭ്യന്തര ക്രിക്കറ്റിൽ തനുഷ് കോട്ടിയാൻ കാഴ്ചവെച്ചിരുന്നു. IPL-ൽ ഒരു മത്സരം മാത്രമാണ് തനുഷ് കളിച്ചിട്ടുള്ളത്. മറ്റൊരു ബജറ്റ് ഫ്രണ്ട്ലി താരമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കളിക്കാരനായിരുന്ന അബ്ദുൾ സമദ്. ക്ലീൻ ഹിറ്റ് നടത്തുന്ന ബാറ്റർ എന്ന നിലയിൽ അബ്ദുൾ സമദിനെ രാജസ്ഥാൻ റോയൽസിന് സ്വന്തമാക്കാം. അബ്ദുൾ സമദിൻ്റെ അടിസ്ഥാന വിലയും 30 ലക്ഷം രൂപയാണ്. 2020-ൽ IPL അരങ്ങേറ്റം നടത്തിയ ഈ ജമ്മു കാശ്മീർ താരം ഇതുവരെ ആകെ 50 മത്സരങ്ങളിൽ നിന്ന് 577 റൺസും 2 വിക്കറ്റും നേടിയിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ കളിച്ച താരമാണ് നമൻ ധീർ. കൂറ്റൻ അടിക്കുള്ള തൻ്റെ കഴിവ് നമാൻ ധീർ ഇതിനോടകം തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ബജറ്റ് ഫ്രണ്ട്ലിയായി ഈ യുവ ഓൾറൗണ്ടറിനെയും രാജസ്ഥാൻ റോയൽസിന് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. 30 ലക്ഷം രൂപയാണ് നമാൻ ധീറിൻ്റെയും അടിസ്ഥാന വിലയായിട്ട് വരുന്നത്. 2024 IPL സീസണിൽ 7 മത്സരങ്ങളിൽ നിന്നായി 177.22 സ്ട്രൈക്ക് റേറ്റോടെ 140 റൺസ് ഈ യുവതാരം നേടിയിരുന്നു. എന്നാലും രാജസ്ഥാനെ സംബന്ധിച്ച ആ ഒരു ടീമിൽ വരുന്ന ആരും തന്നെ ഇതുവരെയും വലിയ രീതിയിൽ നിരാശപ്പെടുത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ യുവതാരങ്ങൾ, കുറഞ്ഞ വിലയിലെടുത്ത യുവതാരങ്ങളെ നോട്ടമെടുത്ത രാജസ്ഥാനെ സംബന്ധിച്ച അവർക്ക് കിരീടമെടുക്കേണ്ടതും അനിവാര്യമാണ്. അസാമാന്യ ഫോമിൽ തുടരുന്ന സഞ്ജു തന്നെയാണ് അവരുടെ മുഖമുദ്ര. എന്തായാലും കാത്തിരുന്ന് കാണാം 2025 IPL-ൽ രാജസ്ഥാൻ എത്തരത്തിൽ നമ്മളെ ഞെട്ടിക്കാൻ പോകുന്നു എന്ന്.